ഹലോ അസ്സലാമു വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് എങ്ങനെ നമുക്ക് ഒരു മാസങ്ങളോളം ഒരു കേട് വരാതെ എടുത്ത് വെക്കാന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്കിതൊക്കെ തൊലി കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി കൊണ്ടുവരണം. ക്ലീനാക്കിയിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകിൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ ഇല്ലാതെ വേണ്ട നമ്മളത് പേസ്റ്റാക്കി വെക്കാൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളം വാർന്നതിന് ശേഷം ഒന്നും കൂടി നല്ല തുടച്ചെടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പറിലാണ് തുടച്ചെടുക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് കുറച്ച് വെള്ളം മാറുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ടിഷ്യൂ ഇതുപോലെ അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് തുടച്ച് കൊടുക്കുക. നിങ്ങൾ ടിഷ്യൂ ഇല്ലെങ്കിൽ നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ടിഷ്യൂ എടുത്തിരിക്കുന്നത് നല്ല ഉണങ്ങിയ കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. നനവൊന്നും ഇല്ലാത്ത തുണി വെച്ചിട്ട് എടുക്കുക. ടിഷ്യൂ പേപ്പർ കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, അതിൻ്റെ മുകളിൽ നനവ് പറ്റുമ്പോൾ അതുമ്പോൾ പിടിച്ചിരിക്കാതെ നോക്കണം കേട്ടോ. നമ്മളെ ഇഞ്ചിമേലും വെളുത്തുള്ളിലൊക്കെ പിടിച്ചിരിക്കാതെ, ടിഷ്യൂ നല്ല നനഞ്ഞ് വരുമ്പോൾ അത് മുട്ടി പിടിക്കുമല്ലോ, അതില്ലാതെ നോക്കിയിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുക്കണം. നിങ്ങളിഷ്ടം പോലെ കോട്ടൺ തുണി എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനത് ടിഷ്യൂ വെച്ചിട്ട് നല്ല നനവില്ലാതെ വേണം നമുക്ക് അടിച്ചെടുക്കാൻ. തുള്ളി വെള്ളത്തിൻ്റെ നനവ് പോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ തുളച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ ഈസിയാണ്, പെട്ടെന്ന് പണികളൊക്കെ തീരും. ആ നേരത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കേണ്ട സമയമൊന്നും അത്ര വേസ്റ്റായി പോവില്ല. എല്ലാം തുടച്ച് വെച്ച ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അധികം കട്ടി വേണ്ട, കനത്തിൽ വേണ്ട അരിയാൻ. കനം കുറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ആഡ് ചെയ്യാതെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും ഇതുപോലെ എടുക്കുക. വലിയ സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഞാൻ 3 പീസാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ പിന്നെ അധികം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വലുതായതുകൊണ്ട് ഒന്നുകൂടിയും ചെറുതാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഞാൻ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നനവൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കാൻ നോക്കുക. വെള്ളം നനവൊന്നും പാടില്ല കേട്ടോ. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നോ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇടണ്ട, കാരണം നമ്മൾ എന്തുണ്ടാക്കുന്നോ കറികൾക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അധികം ഉപ്പ് ചേർക്കേണ്ട. ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഇനി കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പീസ് പോലും അതിലില്ല, നൈസായിട്ട് പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഇല്ലാതെ തന്നെ നമ്മളിപ്പോൾ അടിച്ചെടുത്തത്. വെള്ളമൊന്നും തരി പോലും നമ്മൾ ചേർക്കരുത്. അരയാൻ വേണ്ടിയിട്ട് തുള്ളി വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല. വെള്ളമില്ലാതെ തന്നെ നല്ല ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കുന്നതായിട്ട് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക്കിനായിട്ട് നല്ലത് ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നല്ല നനവില്ലാതെ നല്ല തുടച്ച് വൃത്തിയാക്കിയ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമായിട്ട് അതുപോലെ പേസ്റ്റാക്കി വെക്കുമ്പോൾ നല്ല നമുക്ക് കറികൾക്കാണെങ്കിലും എന്ത് റോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും എന്തിനും നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കേടും വരില്ല. എനിക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഇതിൽ ഗ്ലാസ് ജാറിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഐസ് ക്യൂബിൻ്റെ ട്രേ അല്ലേ, അതിന് നമുക്ക് ഇതിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഓരോ ക്യൂബ് എടുത്തിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ താഴെ വെച്ചാലും മതി കേട്ടോ, കുപ്പിയിലാക്കിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ട്രേയിലും അതുപോലെ വെക്കാം. നമ്മൾ കറിയിലൊക്കെ ഇടാൻ നേരത്ത് പോലും എടുക്കുമ്പോൾ സ്പൂണൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ വെള്ളം നനവില്ലാത്ത സ്പൂൺ ഇട്ടെടുത്താൽ ഒരുപാട് കാലം ഇത് നല്ല രുചിയോട് കൂടെ തന്നെ ഇരിക്കും കേട്ടോ. മണത്തോട് കൂടി രുചിയോട് കൂടി ഇരിക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഉണ്ട്, അതെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയുള്ള ഈ ഉപ്പും അതുപോലെ തന്നെ ഈ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് വെച്ചാൽ തന്നെ ഒരു കേടും വരാതെ ഒരുപാട് കാലം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. വീട്ടിൽ ഈസി അല്ലേ, കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് പണികളൊക്കെ വേഗം തീർത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.